ഒരു രാത്രി ഇരുട്ടി വെളുക്കുമ്പോൾ തന്നെ ആരോപണങ്ങളിൽ നിന്ന് മലക്കം മറിയുകയാണ് ചില പരാതിക്കാരികൾ. കഴിഞ്ഞ വെള്ളിയാഴ്ച ഒരു പരാതിക്കാരി പറഞ്ഞു നടന്മാർക്കെതിരെ താൻ കൊടുത്ത പരാതികൾ പിൻവലിക്കുന്നുവെന്ന് പ്രഖ്യാപിച്ചു, വാർത്തകളിൽ ഇടം നേടി. എന്നിട്ട് പറഞ്ഞു സർക്കാരും പോലീസും തന്നെ ഒരു തരത്തിലും ജീവിക്കാൻ അനുവദിക്കുന്നില്ല. തെളിവെടുപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് പോലീസുകാർ ശല്യപ്പെടുത്തുന്നു, അതുപോലെ സർക്കാർ തിരിഞ്ഞു നോക്കുന്നില്ല. ആ തരത്തിലായിരുന്നു ആരോപണങ്ങൾ ഉന്നയിച്ചിട്ട് ഇനി കേസുമായി മുന്നോട്ടില്ല. ആർക്കൊക്കെതിരെയുള്ള കേസ്? ഈ കേസിൻ്റെ പശ്ചാത്തലമൊക്കെ നിങ്ങൾക്കറിയാമല്ലോ. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന ഉടനെ ആലുവയിലുള്ള ഒരു നടൻ മുകേഷ്, ജയസൂര്യ, ഇടവേള ബാബു, മണിയമ്പിള്ള രാജു അങ്ങനെ തുടങ്ങിയ പ്രമുഖ നടന്മാർക്കെതിരെ പോലീസിൽ പരാതി നൽകി. ഇവരൊക്കെ തന്നെ പീഡിപ്പിച്ചു, ലൈംഗിക ചുവയോടെ സംസാരിച്ചു, കെട്ടിപ്പിടിച്ചു, ബലാത്സംഗം ചെയ്തു എന്നൊക്കെയാണ് പരാതി. അങ്ങനെ ഈ നടന്മാരൊക്കെ മുൻകൂർ ജാമ്യമെടുത്തു. ഇപ്പോൾ കേസ് അന്വേഷണം പുരോഗമിക്കുകയാണ്. ആ അവസരത്തിൽ ഈ നടിക്കെതിരെ ഒരു അടുത്ത സുഹൃത്തും ബന്ധുവും ഒരു പരാതി കൊടുത്തു. എന്താണ് പരാതി? പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയെ ഈ നടി ചെന്നൈയിൽ കൊണ്ടുപോയി പല ഉന്നതർക്കും കാഴ്ചവെച്ചു. പോക്സോയാണ് കേസ്. ആലോചിച്ച് നോക്കുക. ഈ നടിയെക്കുറിച്ച് സ്വന്തം അടുത്ത ആൾ തന്നെ പറയുന്നു, ഒരു ഉറ്റ ബന്ധുവിൻ്റെ മകളെ ചെന്നൈയിൽ കൊണ്ടുപോയി ഉന്നതർക്ക് കാഴ്ചവെച്ചു. ആ ഒരു കേസും ഈ നടി നേരിടുന്നുണ്ട്. ആ കേസിൻ്റെ ഭയമാകണം, അല്ലെങ്കിൽ ആ കേസ് എന്താകുമെന്നറിയില്ല. ആ കേസിൽ മുൻകൂർ ജാമ്യത്തിനൊക്കെ പോയിരുന്നു. അങ്ങനെ കുറേ പുകിലുകളൊക്കെ ഈ നടി വരുത്തി വെച്ചിട്ടുണ്ട്. നടി ആരാണെന്ന് നിങ്ങൾക്കറിയാം. നടന്മാരുടെ പേര് നമുക്ക് പറയാം, നടിമാരുടെ പേര് പറയാൻ നിയമം അനുവദിക്കുന്നില്ല. ഏതായാലും ഈ നടി ഇതൊക്കെ ചെയ്ത് എങ്ങനെ കേസന്വേഷണം മുറുകുന്നു. മുകേഷിന് ജാമ്യം കിട്ടിയപ്പോൾ അതിനെതിരെ അപ്പീൽ പോകാത്തതിൽ വിമർശനം, ഒരു വിഭാഗത്തു നിന്ന് വേറെ ആക്രമണം. അങ്ങനെ ഈ നടന്മാരെയൊക്കെ കരിവാരി തേച്ച് മുഖത്തടിച്ച് ആക്ഷേപിച്ച് സോഷ്യൽ മീഡിയ ഈ നടിക്കെതിരെ നടത്തിയതിനേക്കാൾ കടന്നാക്രമണമാണ് ഈ നടന്മാർക്കെതിരെ നടത്തിയത്. അതൊക്കെ ഒരു പരിധിയല്ല, അതിനപ്പുറവും കഴിഞ്ഞ് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് ഈ നടി വന്ന് പറയുന്നു ഇനി കേസുമായി മുന്നോട്ട് പോകുന്നില്ല. കാരണം പോലീസ് തന്നെ സഹായിക്കുന്നില്ല, സർക്കാർ തന്നെ ഗൗനിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കേസ് പിൻവലിക്കുന്നുവെന്ന് ഇവർ കഴിഞ്ഞ വെള്ളിയാഴ്ച പറയുന്നത്. ഇന്ന് എത്ര ദിവസമായി വെള്ളിയാഴ്ച കഴിഞ്ഞിട്ട്? ഒന്ന് ഇരുട്ടി വെളുത്തതേ ഉള്ളൂ. 24 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഈ നടിത പറയുന്നു കേസുമായി താൻ മുന്നോട്ട് പോകും. അത് നേരത്തെ പറഞ്ഞത് വൈകാരിക പ്രകടനമായിരുന്നു. വൈകാരികമായി പ്രതികരിച്ചതാണ് എന്ത്? ഈ കേസ് പിൻവലിക്കുമെന്ന്. ഇത്രയും വലിയ കേസാണ്. ഇത്രയും പ്രശസ്തരായ നടന്മാരെ തീറ്റിച്ച് അവരുടെ കുടുംബവും കലക്കി അവരുടെ പ്രശസ്തിയും ഇമേജും എല്ലാത്തിനും കോട്ടം തട്ടിച്ച വലിയ കേസാണ്. അവർക്ക് വലിയ നാണക്കേടുണ്ടാക്കിയ കേസാണ്. അതിൽ നിന്ന് താൻ പരാതിക്കാരി പിന്മാറുന്നു എന്ന വാർത്ത ഉടനെ അവർ നിഷേധിക്കുന്നു. എന്തുകൊണ്ടാണ് നിഷേധിച്ചത്? താൻ വൈകാരികമായാണ് പ്രതികരിച്ചത്. തനിക്കെതിരെ പോക്സോ കേസ് വന്നപ്പോൾ ആ കേസിൽ താൻ വൈകാരികമായി പ്രതികരിച്ചതാണ്, കാരണം തന്നെ കേസിൽ കുടുക്കിയതാണ് എന്ന തരത്തിലൊക്കെയുള്ള വിലാപവുമായി അവർ രംഗത്തെത്തിയിരിക്കുന്നു. തൻ്റെ ഭർത്താവ് തന്നോട് പറഞ്ഞു കേസുമായി ധൈര്യമായിട്ട് മുന്നോട്ട് പോകൂ എന്ന് പറഞ്ഞു. അതുകൊണ്ട് കേസുമായി മുന്നോട്ട് പോകുന്നു എന്നാണ് നടി പറയുന്നത്. ഏതായാലും ഈ കേസിൻ്റെ മെരിറ്റ് ചോദ്യം ചെയ്യപ്പെടും കോടതിയിൽ. ഇങ്ങനെ സ്ഥിരാഭിപ്രായമില്ലാതെ മാറ്റി പറയുന്ന ഒരാൾ ഒരു മീഡിയയിൽ ഒരു തരത്തിൽ മറുപടി പറയുന്നു, വേറൊരു മീഡിയയിൽ വേറൊരു തരത്തിൽ, ഡേറ്റുകളിലുള്ള വ്യത്യാസം, ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ കേസിൻ്റെ മെരിറ്റ് നോക്കുകയാണെങ്കിൽ കേസ് കോടതിയിൽ എത്രമാത്രം കണ്ട് നടിയുടെ ആരോപണങ്ങൾ നിലനിൽക്കും അല്ലെങ്കിൽ തെളിയിക്കപ്പെടും എന്ന് ഇപ്പോൾ പറയാൻ കഴിയുകയില്ല. ഏതായാലും നടി കേസുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. ഒറ്റ രാത്രി കൊണ്ടാണ് ഈ അഭിപ്രായ മാറ്റം എന്ന് പറയുമ്പോൾ അത് അത്ഭുതം തന്നെയാണ്.